എവ്രിവൺ, ഇനി വന്നിട്ടുള്ളത് നമ്മളുടെ 8th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലുള്ള ഫിസിക്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ആദ്യത്തേതും രണ്ടാമത്തെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് യൂണിറ്റും മോഷൻ ആൻഡ് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടൈം 2 അവർ ടോട്ടൽ സ്കോർ 16 അല്ലെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് സയൻസിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഫിസിക്സ് അല്ലെ, ഫിസിക്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, കെമിസ്ട്രി ഉണ്ട്, പിന്നെ എന്തുണ്ട്, ബയോളജി ഉണ്ട് അല്ലെ. അപ്പൊ ഇത് മൂന്നും കൂട്ടിയിട്ടാണ് 60 മാർക്ക്. അതായത് ഫിസിക്സിൽ നിന്നും 20 മാർക്കിന്, കെമിസ്ട്രിയിൽ നിന്നും 20 മാർക്കിന്, ബയോളജിയിൽ നിന്നും 20 മാർക്കിന്. ഇത് മൂന്നും കൂട്ടിയിട്ടാണ് 60 കിട്ടുന്നത്. സമയം എത്രയാണ്? 2 മണിക്കൂറാണ്. അതിലുള്ള ഫിസിക്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക, ആൻസേഴ്സ് ഒക്കെ എങ്ങനെ എഴുതണ്ടേന്നൊക്കെ പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ABC എന്ന് പറയുന്ന സെക്ഷൻസ് ആണുള്ളത്. അതിൽ തന്നെ 7ാമത്തെയും 8ാമത്തെയും 10ാമത്തെയും ക്വസ്റ്റ്യൻ എന്താണ്? ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ളത് അനുസരിച്ചിട്ട് എഴുതിയാലും മതി. അപ്പൊ സെക്ഷൻ A നോക്കാം നമുക്ക്. സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻസ് 1 to 2. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് അല്ലെ. 1 സ്കോർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ 1 മുതൽ 2 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. ഓരോരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതമാണ്? 1 സ്കോർ വീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഐഡന്റിഫൈ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് സെക്കൻഡ് അല്ലെ. ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാനാവുന്നതായിരിക്കും എന്തായിരിക്കും? സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടേതായിരുന്നു? നമ്മളുടെ ടൈമിൻ്റെതായിരുന്നു അല്ലെ. അപ്പൊ ടൈം മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് എന്നുള്ള ഈ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡെപ്ത് ഓഫ് പിറ്റ് അല്ലെ, ഒരു കുഴിയുടെ ആഴം അളക്കാൻ സമയം സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ നോക്കുക? അല്ല, അതല്ല. അടുത്തത് വെയിറ്റ് ഓഫ് വെജിറ്റബിൾ, അതാണോ? അല്ല. സെക്കൻഡ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ വെജിറ്റബിൾസിന്റെ വെയിറ്റ് അളക്കുക? അല്ല. അടുത്ത നോക്ക്, ഡ്യൂറേഷൻ ടു കംപ്ലീറ്റ് എ റേസ് അല്ലെ, ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ഡ്യൂറേഷൻ അല്ലെ, അതെന്താ? സമയമാണ് അല്ലെ. സമയം അളക്കുന്ന എന്തിലാ? സെക്കൻഡിലാണ്. അപ്പൊ ഇതാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. ലാസ്റ്റ് ഓപ്ഷനും കൂടി നോക്ക്. ബോഡി ടെമ്പറേച്ചർ, ശരീരത്തിന്റെ ചൂട് അളക്കുന്നത് ഈ സെക്കൻഡ് വെച്ചാണോ? അല്ല, അതുമല്ല. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി വരും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിക്കോളെ. The wear and tear of surfaces of moving machine parts in contact and the ability to hold objects firmly are advantages of friction എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ? wear and tear of surfaces of moving machine parts എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തേയ്മാനം സംഭവിച്ചു പോകുന്നത് അല്ലെ. നമ്മളുടെ മെഷീൻ പാർട്സിന്റെ രണ്ട് അടുത്തടുത്തുള്ള ഭാഗങ്ങളൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കുന്നത്. അതേപോലെ തന്നെ എന്താ? എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്ട്സ് ഫേംലി അല്ലെ, ഒബ്ജക്റ്റിനെ ഓരോരു വസ്തുവിനെ പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസ് എന്നാണ് പറയുന്നത്. ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസ് ആണോ? അല്ല. തേയ്മാനം സംഭവിക്കുക എന്ന് പറയുന്നത് എന്താ? തേയ്മാനം സംഭവിക്കുക എന്ന് പറയുന്നത് എന്താ? ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഒരു ഒബ്ജക്റ്റിനെ ഫേംലി നല്ല രീതിയിൽ പിടിക്കാനാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ രണ്ടും അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്ത നോക്ക്. Obstruction to smooth movement between machine parts and the fuel loss are disadvantages of friction അല്ലെ. അപ്പൊ മെഷീൻ പാർട്സിന്റെ സ്മൂത്ത് മൂവ്മെന്റിന് അല്ലെ, സ്മൂത്ത് മൂവ്മെന്റിന് അല്ലെങ്കിൽ എന്താണ്? ഇന്ധന നഷ്ടം അല്ലെ, ഫ്യൂൽ ലോസ് ഒക്കെ എന്താണ്? ഫ്രിക്ഷന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് എന്നാ പറയുന്നത് അല്ലെ. അത് ശരിയാണ് അല്ലെ. അതെന്താണ്? അത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അങ്ങനെയാണെങ്കിൽ അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ചോയ്സ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിട്ടാ പറഞ്ഞത്. നോക്ക്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, രണ്ടും ശരിയാണോ? അല്ല. അപ്പൊ ഇതല്ല. അടുത്തത് ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്, ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. അപ്പൊ അതും അല്ല. അടുത്ത നോക്ക്. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അല്ലെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റേ കറക്റ്റ് ഉള്ളൂ, ഒന്നാമത്തെ എന്താ? തെറ്റാണ്. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ. ഓപ്ഷൻ ഡി കൂടി നോക്കുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്, രണ്ടും തെറ്റാണ്. അത് ശരിയാണോ? അല്ല, അതും എന്താണ്? തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആൻസർ ക്വസ്റ്റ്യൻസ് 3 to 8 in more than one sentence. ഒരു സെന്റൻസിൽ കൂടുതലായിട്ട് എഴുതാനായിട്ടാ പറഞ്ഞിട്ടുള്ളത്. 3 മുതൽ 8 വരെയുള്ള അല്ലെ. ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ്
7 and 8 have choice. ഏഴാമത്തേനും എട്ടാമത്തേനും എന്തുണ്ട്? ചോയ്സ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും എത്ര സ്കോർ വീതം? 2 സ്കോർ വീതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിയോ, ഒബ്സർവ് ദ ഫിഗർ. ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയോ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 0.1 സെന്റിമീറ്റർ. വാട്ട് ഡസ് ദിസ് മീൻ? അല്ലെ, അപ്പൊ നമ്മളുടെ ഒരു കോമൺ ആയിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ആ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.1 സെന്റിമീറ്റർ. അതെന്തായി ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ദിസ് മീൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ദ സ്മോളസ്റ്റ് അല്ലെ, ദി സ്മോളസ്റ്റ് value, the smallest value that can be measured using an instrument, using an instrument അല്ലെ, ഒരു ഉപകരണം ഉപയോഗിച്ച് അതിനെ കൊണ്ട് ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ മെഷർ ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ്, ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഏറ്റവും ചെറിയ മെഷർമെന്റ് എന്താണോ അളക്കാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ അല്ലേ? ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ജാർ ഷോൺ ഇൻ ദ ഫിഗർ? ഈ ഒരു മെഷറിംഗ് ജാർ ഉണ്ടല്ലോ, ഈ മെഷറിംഗ് ജാറിന്റെ ലീസ്റ്റ് കൗണ്ട് കാണാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാ കാണാൻ നമുക്ക് നോക്കാം അല്ലെ. ചിത്രം ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട്, നോക്കും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, 1 2 3 4 5 6 അല്ലെ. അപ്പൊ ഇവിടെ 1 2 അങ്ങനെ അങ്ങനെയാ പോകുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ ഇവിടുത്തെ ഗ്യാപ്പ് അല്ലെ, അതായത് 1 2ലേക്ക്, 2 3ലേക്ക്, 3 4ലേക്ക് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ വാല്യൂ 1 ആണ് അല്ലെ. അതിൽ എത്ര തന്നെ ഉണ്ട്? 1 കഴിഞ്ഞ് 2ലേക്ക് എത്താൻ എത്ര നിരകൾ ഉണ്ട് നോക്ക്. 1 2 3 4 5 അല്ലെ. 5 വരകൾ കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ 1 എന്നുള്ള നമ്പർ കഴിഞ്ഞിട്ട് നോക്കിക്കോളാം. ഇവിടെയാണ് നമ്മളുടെ 1 എന്നുള്ള നമ്പർ വരുന്നത് അല്ലെ. ഇവിടെയാണ് 1 എന്ന് വരുന്നത്. ആ 1 കഴിഞ്ഞ് 2ലേക്ക് എത്താൻ എത്ര വരകൾ ഉണ്ട് നോക്ക്. 1 2 3 4 5 അല്ലെ. അപ്പൊ എന്ത് വരും? 1/5. 1/5 എത്ര? 1/5 ഒന്ന് ചെയ്ത് നോക്ക്. 1 ഇവിടെ വരും, 5 ഇവിടെ വരും അല്ലെ. 1ൽ 5 പോവോ? ഇല്ല, 0 പ്രാവശ്യം പോവും അല്ലെ. അപ്പൊ 1 പിന്നെ എന്തിടും? ഒരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ 0 ഇടും അല്ലെ. അപ്പൊ 5 10ൽ എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും അല്ലെ. അപ്പൊ 5 × 2 എത്ര കിട്ടി? 10 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 1/5 എത്രയാ? 0.2 എന്ന് കിട്ടി അല്ലെ. 0.2 എന്ന് കിട്ടി. വെറും 0.2 എന്ന് എഴുതിയാൽ മതിയോ? പോരാ. ഇവിടെ എത്രയുള്ളത്? ml എന്നാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 0.2 ml എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ അല്ലെ, ഈ ഒരു മെഷറിംഗ് ജാറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 0.2 ml എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇൻടു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആക്കി എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്ന ആരായിരുന്നു? യെസ്, ലെങ്ത് എന്ന് പറയുന്ന എന്താണ്? നമ്മളുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അടുത്തത് ഏരിയ എന്തായിരുന്നു? ഏരിയ ഒരു ഡിറൈവ്ഡ് ആണ് അല്ലെ. അപ്പൊ ഏരിയ എന്ത് വരും? ഏരിയ ഡിറൈവ്ഡിൽ വരും അല്ലെ. അടുത്ത വോളിയം എന്ത് തന്നെയാണ്? നമ്മളുടെ ഡിറൈവ്ഡിൽ വരുന്നതാണ് അല്ലെ. വോളിയവും ഡിറൈവ്ഡിൽ വരുന്നതാണ്. മാസ് ഏതായിരുന്നു? നമ്മളുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ വരുന്നതായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 മാർക്കാണ് കിട്ടാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെ. അപ്പൊ ഈ ടേബിൾ ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ എന്നുള്ളത് A-B നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ കോണ്ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദി ഹാറ്റ് ഓൺ ദി ഹെഡ് റിലേറ്റീവ് ടു ദ റണ്ണിങ് ചൈൽഡ്. അതായത് ഒരു കുട്ടി ഇവിടുന്ന് ഓടുന്നുണ്ട് അല്ലെ. ആ കുട്ടീന്റെ തലയിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് അല്ലെ. ആ കുട്ടീന്റെ തലയിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ഓടിക്കൊണ്ട് നിൽക്കുന്ന, അങ്ങനെയെങ്കിൽ ഈ ക്യാപ്പ് ഏത് സ്റ്റേറ്റിലാണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കുട്ടീന്റെ തലയിൽ തന്നെയല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി വിചാരിക്കും ഈ ക്യാപ്പ് എന്തിലായിരിക്കും? ഈ ക്യാപ്പ് റെസ്റ്റിലായിരിക്കും എന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഏന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതണം? യെസ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് എഴുതും അല്ലെ. സ്റ്റേറ്റ് ഓഫ്
റെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ബി നോക്ക്. ദ ഹാറ്റ് ഓൺ ദ ഹെഡ് ഓഫ് ദ റണ്ണിങ് ചൈൽഡ് റിലേറ്റീവ് ടു ദ ഗ്രൗണ്ട്. അല്ലെ, ഗ്രൗണ്ട് ഇതാണ് എന്ന് വിചാരിക്കുക. ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് ഈ കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ക്യാപ്പും ഇങ്ങനെ ഈ കുട്ടീന്റെ കൂടെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഗ്രൗണ്ട് നോക്കുമ്പോ എന്താ, ഈ ക്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു നമ്മൾ, ബി ആയിട്ടാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് എഴുതും അല്ലെ, സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഹിയർ ആർ സം എൻട്രീസ് ഫ്രം എ ചൈൽഡ് സയൻസ് ഡയറി. ഫൈൻഡ് ദി ഇൻകറക്റ്റ് വൺസ് ആൻഡ് കറക്റ്റ് ദം. ഓക്കെ, ഒരു കുട്ടീന്റെ ഡയറിയിലുള്ള കുറച്ച് കാര്യങ്ങളാണിത്. അതിൽ എന്തൊക്കെയോ തെറ്റുള്ളതുണ്ട്. ആ തെറ്റൊക്കെ തിരുത്തി എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്ക്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ഈക്വൽ ടു 810 കിലോഗ്രാം ബാർ എം ബാർ എം ബാർ എം. ഇങ്ങനെ കുറെ ഒന്ന് കൂടുതൽ ബാർ ഇട്ട് എഴുതാൻ പാടുണ്ടോ? ഇല്ല അല്ലെ, ഒരു ബാർ മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം, 810 അല്ലെ, 810 കിലോഗ്രാം ബൈ എന്ത് ചെയ്യും, മീറ്റർ ക്യൂബ്. ഇവിടെ ഒരു സ്പേസ് ഇടണം കേട്ടോ, ഞാൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതി പോയാണ്. ഇവിടെ ഒരു 810 കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് kg ബാർ എം ക്യൂബ് എന്ന് എഴുതും അല്ലെ. ഓക്കെ, ഇനി അടുത്തതോ, ലെങ്ത് ഓഫ് പെൻ ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. അത് കറക്റ്റ് തന്നെയാണ് അല്ലെ. അടുത്തതോ, ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു 20 സ്മോൾ ലെറ്റർ എൻ. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ ആ, ചെറിയ എണ്ണാണോ കൊടുക്കുക? അല്ല, വലിയ എണ്ണാണ് കൊടുക്കുക അല്ലെ. അപ്പൊ 20 ന്യൂട്ടൺ എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്. അടുത്തതോ, മാസ് ഓഫ് ഷുഗർ ഈസ് ഈക്വൽ ടു 2 kg. ഇതും എന്താണ്, ശരിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ളത് ദാ എയും സിയുമാണ്. അതിനെ നമ്മൾ മാറ്റി എഴുതുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദി മോഷൻ of a mango falling from a tree and a cricket ball hit by a bat both require force. Explain what type of forces are explained in these two situations എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരു മരം ഉണ്ട് അല്ലെ, ഒരു മരം ഉണ്ട്. ആ മരത്തിന്റെ മേലെ നിന്ന് മാങ്ങ താഴേക്ക് വീണ് അല്ലെ. അപ്പൊ മാങ്ങ താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ അത് ഏത് ഫോഴ്സ് ആയിരുന്നു, നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതിപ്പോ ആരെങ്കിലും പോയിട്ട് പിടിച്ചു വലിക്കാറ്റും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയിരുന്നു അല്ലെ, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയിരുന്നു. പക്ഷെങ്കിൽ ഇവിടുത്തെ അടുത്ത നോക്ക്, എ ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ് അല്ലെ. ഒരു ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്യുന്നു. ഒരു ബോൾ ഉണ്ട്, ആ ബോളിനെ എന്തുകൊണ്ട് ഹിറ്റ് ചെയ്യുന്നു, ഒരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ബോളും ബാറ്റും എന്തിൽ വരുന്നുണ്ട്, ഒരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അല്ലെ, ഒരു കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇതൊരു കോണ്ടാക്ട് ഫോഴ്സും ആയിരിക്കും. മാങ്ങ മാവിൽ നിന്ന് അല്ലെ മരത്തിൽ നിന്ന് വീഴുന്നത് എന്തായിരിക്കും, നോൺ കോണ്ടാക്ട് ഫോഴ്സും ആയിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെയാ നമ്മൾ എഴുതുക, അതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതി തരാം. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ എ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം, മോഷൻ ഓഫ് അല്ലെ, മോഷൻ ഓഫ് മാംഗോ, മോഷൻ ഓഫ് മാംഗോ falling from a, motion of mango falling from അല്ലെ, motion of mango falling from a tree is, from a tree is due to എന്താണ്, gravitational force അല്ലെ. Gravitational is a gravitational force അല്ലെ, gravitational force. ഈ gravitational force എന്താ, ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലെ. So which is a, sorry, non-contact അല്ലെ, which is a non-contact force അല്ലെ, non-contact force. വസ്തുക്കൾ കോണ്ടാക്റ്റിൽ വരാണ്ടുണ്ടായിട്ടുള്ള ഫോഴ്സ് ആണ് അല്ലെ. പക്ഷെങ്കിലോ അല്ലെ, but the cricket ball അല്ലെ, the cricket ball അല്ലെ, cricket ball hit by a bat is a contact force അല്ലെ, is a contact force where the object അല്ലെ, where the object need to be in contact അല്ലെ, to be in contact to act
അല്ലെ. അപ്പൊ മാവെന്ന് മാങ്ങ വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അതെന്താണ്, ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. പക്ഷെ ക്രിക്കറ്റ് ബോള് ബാറ്റിൽ കൊള്ളാന്ന് പറയുന്നത് എന്താ, ഒരു കോണ്ടാക്ട് ഫോഴ്സ് അല്ലെ, ഒബ്ജക്റ്റ് കോണ്ടാക്റ്റിൽ വരണം എന്നാലാണ് ഇത് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താം, അടുത്ത ഏഴാമത്തെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കോളെ. When sliding a heavy box on a rough surface and moving the same box on a trolley with tires, what is the difference in the quantity of force we need to apply? Explain. അല്ലെ. അപ്പൊ ഒരു ബോക്സ് ഉണ്ട്, ഓക്കെ, ഒരു ബോക്സ് തറയിലൂടെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ എന്താണ് ഒരു ട്രോളി അല്ലെ, ഒരു ടയർ വെച്ച് നീക്കി കൊണ്ടുപോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏത് കേസിലാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും, ഇങ്ങനെ തറയിലൂടെ നീക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രിക്ഷൻ എന്തായിരിക്കും, അവിടുത്തെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും അല്ലെ, അടുത്ത ഫ്രിക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഒരു ടയർ വെച്ച് ഫിറ്റ് ചെയ്ത് ഉന്തിക്കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിങ്ങനെ റോൾ ചെയ്താണ് പോവാ അല്ലെ. അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. അപ്പൊ ഇത് ആദ്യത്തെ കേസ് എന്താണ്, സ്ലൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായോണ്ട് സ്ലൈഡിങ് ഫ്രിക്ഷനും, രണ്ടാമത്തത് റോള് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് ഇതെന്താണ്, റോളിംഗ് ഫ്രിക്ഷനും ആയിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നമുക്കൊന്ന് നോക്കാം അല്ലെ. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ബി ആണ് നോക്കാനായിട്ട് പോകുന്നത് അല്ലെ. സോ ഏത് കേസിൽ നമുക്ക് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് we need to apply അല്ലെ, we need to apply എന്ത്, ഫോഴ്സ് അല്ലെ, ലെസ് ഫോഴ്സ് അല്ലെ, ലെസ് ഫോഴ്സ്. ചെറിയ ഫോഴ്സ് എപ്പോഴാ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഉരുട്ടിക്കൊണ്ടുവാണെങ്കിൽ അല്ലെ, ട്രോളി പോലത്തെ ഉരുട്ടിക്കൊണ്ടുവാണെങ്കിൽ കുറച്ച് ഫോഴ്സേ കൊടുക്കണ്ടു, കാരണം അത് പെട്ടെന്ന് നീങ്ങി അങ്ങ് പോകും അല്ലെ. നേരെ മറിച്ച് വലിച്ചു കൊണ്ടുവാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം അല്ലെ. we need to apply less force while using അല്ലെ, while using എന്ത് യൂസ് ചെയ്യുമ്പോൾ, while using a trolley അല്ലെ, using a trolley because അല്ലെ, because എന്തുകൊണ്ടാ, because rolling friction അല്ലെ, because rolling friction is less than sliding friction, ഓക്കെ ആണല്ലോ. അപ്പോ വലിച്ചു കൊണ്ടുപോകുമ്പോ എന്താ, ഫ്രിക്ഷൻ കൂടുതലും, ഉരുട്ടിക്കൊണ്ടു പോവാണെങ്കിൽ ഫ്രിക്ഷൻ കുറവുമായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. യെസ്, അങ്ങനെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A bus traveled a distance of 225 meter in 15 seconds അല്ലെ. ഒരു ബസ് ഉണ്ട്, അത് എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്, 225 മീറ്റർ ഇൻ 15 സെക്കൻഡ്. പിന്നെയോ എ കാർ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 294 മീറ്റർ ഇൻ 21 സെക്കൻഡ്. ഓക്കെ, ഒരു ബസ്സും ഉണ്ട് ഒരു കാറും ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ എന്താ കണ്ടത്, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ബോത്ത് വെഹിക്കിൾസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വെഹിക്കിൾ ഹാസ് ഹയർ സ്പീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. രണ്ട് വെഹിക്കിളിന്റെ സ്പീഡ് കാണാം, എന്നിട്ട് ആർക്കാണ് കൂടുതൽ സ്പീഡ് ഉള്ളതെന്ന് കാണണം അല്ലെ. നമുക്ക് ആരൊക്കെയുണ്ട്, ഒരു ബസ് ഉണ്ട് അല്ലെ, ബസ്സും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആരുമുണ്ട്, ഒരു കാറും ഉണ്ട് അല്ലെ. ബസ്സും ഉണ്ട്, നമുക്ക് കാറും ഉണ്ട് അല്ലെ. അപ്പൊ ബസ്സിന്റെ ഡിസ്റ്റൻസ് എത്രയാ തന്നിട്ടുള്ളത്, ബസ്സിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് നമുക്ക് 225 ആണ് അല്ലെ. അവിടുത്തെ ടൈമും തന്നിട്ടുണ്ടല്ലോ അല്ലെ. ടൈം എത്രയാ തന്നിട്ടുള്ളത്, 15 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. എസ് എന്ന് ഞാൻ എഴുതാത്തത് 125 അല്ല 155 പിന്നെയും വിചാരിച്ചു പോളെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. ശരിക്കും നമ്മൾ എസ് എന്ന് മാത്രമേ എഴുതണ്ടോ, ഈ 5ഉം ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചതാണ് കേട്ടോ. കാറിന്റെയോ ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസ് എഴുതുന്നുള്ളൂ. കാറിന്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു, യെസ് 294 ആയിരുന്നു അല്ലെ. സമയം എത്രയായിരുന്നു, അവിടുത്തെ സമയം എത്രയായിരുന്നു, അവിടുത്തെ സമയം 21 അല്ലെ, 21. നമുക്ക് എന്താ കാണേണ്ടത്, സ്പീഡാണ് കാണേണ്ടത് അല്ലെ. സ്പീഡ് കാണേണ്ട ഇക്വേഷൻ എന്താ, സ്പീഡ് is equal to എന്താണ്, ഡിസ്റ്റൻസ് അല്ലെ. സ്പീഡ് is equal to ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. ഇവിടെയും എന്ത് തന്നെയാണ്, സ്പീഡ് അല്ലെ. സ്പീഡ് is equal to എന്താണ്, ഡിസ്റ്റൻസ് അല്ലെ. സ്പീഡ് is equal to ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര, 225 അല്ലെ. അപ്പൊ 225/15. ഇവിടെ എത്ര വരും, ഇവിടെ 294/21 കിട്ടും അല്ലെ. ഇത് രണ്ടും നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ. 225
അല്ലെ 225 15 അല്ലെ 15 225 എത്ര പ്രാവശ്യം പോകും 15 തവണ പോകും അല്ലെ 15 × 15 ആണ് എന്തെന്ന് 225 അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി 15 എന്ന് കിട്ടി അല്ലെ സ്പീഡിന്റെ യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് ആണ് 294 21 എത്ര പ്രാവശ്യം പോകും 14 പ്രാവശ്യം പോകും കേട്ടോ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്തൊക്കെ 14 പ്രാവശ്യം പോകും യൂണിറ്റ് എന്ത് ചെയ്തു മീറ്റർ പെർ സെക്കൻഡ് എന്ന് ചെയ്തു അല്ലെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവിടെ 15 ആണ് ഇവിടെ 14 ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ വേഗത ഉണ്ടാവുക ബസ്സിനായിരിക്കും അല്ലെ കാരണം ബസ്സിന്റെ വേഗത 15ഉം കാറിന്റെ വേഗത 14 അല്ലെ അപ്പൊ ബസ്സിന് അല്ലെ സ്പീഡ് ഓഫ് ബസ്സസ് അല്ലെ സ്പീഡ് ഓഫ് ബസ് ഇസ് ഗ്രേറ്റർ എന്ന് എഴുതാം അല്ലെ സ്പീഡ് ഓഫ് ബസ്സസ് എന്താണ് ഗ്രേറ്റർ കൂടുതൽ ആരെയാണ് ബസ്സിനാണ് കൂടുതൽ ഉള്ളത് അല്ലെ അല്ലെങ്കിൽ മോർ എന്ന് എഴുതിയാലും മതി കേട്ടോ എന്ത് എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ ആണല്ലോ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ ഉള്ളത് എട്ടാമത്തേൽ തന്നെ ബി ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട് ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം നോക്കിക്കോളെ എ ചൈൽഡ് ടുക്ക് 9 സെക്കൻഡ് ടു റീച്ച് സി ഫ്രം എ വൈ ബി എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി അല്ലെ എവിടെ എത്താൻ വേണ്ടി സിയിലെത്താൻ അല്ലെ സിയിലെത്താൻ വേണ്ടി 9 സെക്കൻഡ് എടുത്ത് ആ കുട്ടി എങ്ങനെയാ പോയിട്ടുള്ളത് എന്ന് ബിയിലേക്ക് പോയിട്ടാണ് സിയിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു രീതിയിലാണ് ആ കുട്ടി സഞ്ചരിച്ചിട്ടുള്ളത് എത്ര സമയം കൊണ്ട് 9 സെക്കൻഡ് കൊണ്ടാണ് പോയിട്ടുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചൈൽഡ് സ്പീഡ് ചൈൽഡിന്റെ സ്പീഡ് കാണാനാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലെ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് അല്ലെ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ടൈം എത്രയായിരിക്കും നോക്കാം അല്ലെ ഡിസ്റ്റൻസ് നോക്ക് എന്ന് ബിയിലേക്ക് എത്രയാ 4 ബിന്ന് സിയിലേക്ക് 5 അല്ലെ അപ്പൊ എന്ന് ബിയിലൂടെ സിയിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ടോട്ടൽ ദൂരം എത്രയായിരിക്കും എന്ന് ബിയിലേക്ക് 4 ബിന്ന് സിയിലേക്ക് 5 അപ്പൊ 4 + 5 എത്ര കിട്ടി 9 അല്ലെ ഡിസ്റ്റൻസ് എത്ര കിട്ടി 9 അല്ലെ ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 9 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാ 9 ബൈ സമയം എത്രയാ 9 അപ്പൊ 9/9 എത്ര കിട്ടി 1 അല്ലെ 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി അല്ലെ 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ നോക്കുക ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ ചൈൽഡ് ടു റീച്ച് ബാക്ക് സി സ്റ്റാർട്ടിങ് ഫ്രം സി വിത്ത് ഡബിൾ സ്പീഡ് ക്വസ്റ്റ്യൻ എന്തോ ഒരു സുഖയില്ലാത്ത പോലെ ഉണ്ട് അല്ലെ പക്ഷെ ഒന്നുമില്ല എളുപ്പമാണ് നോക്കിക്കോളെ ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ ചൈൽഡ് ടു റീച്ച് ബാക്ക് സി സ്റ്റാർട്ടിങ് ഫ്രം സി വിത്ത് ഡബിൾ സ്പീഡ് അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിന്ന് ഓക്കെ ഈ സിന്ന് കുട്ടി ഇതാ ഇങ്ങനെ പോയി തിരിച്ച് സിയിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു എന്നാണ് ചോദിച്ചത് എന്താണ് ഈ സിയിലാണ് ഇപ്പൊ കുട്ടി ഉള്ള ഈ സിന്ന് ഇതാ ഇങ്ങനെ പോയിട്ട് തിരിച്ച് സിയിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ സമയം കാണാൻ എങ്ങനെയാ നമുക്കറിയാം എന്താണ് സ്പീഡ് ഈസ് ഈക്വൽ ടു അല്ലെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ടൈം എന്തായിരിക്കും ടൈം എങ്ങനെയാ കണ്ടുപിടിക്കുക ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബൈ അല്ലെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് പിന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും നോക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഈ സിന്ന് എയിൽ പോയി ബിയിൽ പോയി തിരിച്ച് സിയിലെത്തി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 3 ഇവിടെ ഒരു 4 ഇവിടെ ഒരു 5 അല്ലെ അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 3 + 4 7 7 + 5 എത്ര കിട്ടി 12 എന്ന് കിട്ടി അല്ലെ 12 എന്ന് കിട്ടി ഇനി സമയം കാണാൻ നമുക്ക് ആരെ വേണം സ്പീഡ് വേണം അല്ലെ സ്പീഡ് വേണം സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ടോ ഉണ്ട് നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട് എന്താണ് find out the time taken by the child to reach back C starting from C with double speed എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ സ്പീഡ് എത്രയായിരുന്നു 1 ആയിരുന്നു അല്ലെ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും സ്പീഡ് 2 ആയിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ടൈം കാണാലോ അല്ലെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് 12 ആണ് 12 ബൈ സ്പീഡ് എത്രയാ 2 അപ്പൊ 12/2 എത്ര കിട്ടി 6 എന്ന് കിട്ടും അല്ലെ 6 സെക്കൻഡ് എന്ന് കിട്ടും ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത് സെക്ഷൻ സിയിലേക്കാണ് പോകുന്നത് നോക്കിക്കോ ക്വസ്റ്റ്യൻസ് 9 to 10 carry 3 score each ഓക്കെ 9 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന് എത്ര സ്കോറാ 3 സ്കോർ വീതമാണ് ക്വസ്റ്റ്യൻ 10 ഹാസ് ചോയ്സ് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്തുണ്ട് ചോയ്സ് ഉണ്ട് ഓക്കെ അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ കാർസ് odometer showed 8,000 kilometer and the speedometer showed 40 kilometer per hour.
സോ വാട്ട് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ദിസ് വെഹിക്കിൾ ഹാസ് ട്രാവൽഡ് സോ ഫാർ അല്ലെ? ഒരു വെഹിക്കിള് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കാണിക്ക ആരായിരുന്നു? നമ്മളുടെ ഓഡോമീറ്റർ ആയിരുന്നു അല്ലെ? ഓഡോമീറ്റർ ആണ് ഒരു വെഹിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചെന്ന് അല്ലെ? സ്പീഡോമീറ്റർ എന്താ കാണിക്കുക? അതിന്റെ സ്പീഡാണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ദ വെഹിക്കിൾ ഹാസ് ട്രാവൽഡ് എന്നാ ചോദിച്ചത് അല്ലെ? അപ്പൊ കാറിൽ ഓഡോമീറ്റർ എത്രയാ കാണിക്കുന്നത്? 8000 കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എത്രയായിരിക്കും ആൻസർ? 8000 കിലോമീറ്ററിന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തതാണ് കൺവേർട്ട് ദിസ് ഡിസ്റ്റൻസ് ടു SI യൂണിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൺവേർട്ട് ദിസ് ഡിസ്റ്റൻസ് ടു SI യൂണിറ്റ്. അങ്ങനെയാണ് SI യൂണിറ്റിലേക്ക് ആക്കുക. അതായത് 8000 കിലോമീറ്റർ എന്നാണ് ഉള്ളത് അല്ലെ? ദൂരത്തിന്റെ SI യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ ആയിരുന്നു. ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 1000 മീറ്റർ ആണ് അല്ലെ? 1000 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കിലോമീറ്ററിന് എന്തിലേക്ക് ആക്കണം? മീറ്ററിലേക്ക് ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 8000 അല്ലെ? 8000 ഇൻറ്റു എന്ത് ചെയ്യാ? 1000 അല്ലെ? 8000 ഇൻറ്റു 1000. അപ്പൊ 8ഉം എത്ര പൂജ്യം എണ്ണം? 1 2 3 4 5 6 അല്ലെ? 1 2 3 4 5 6 അല്ലെ? ഇത്രയും എന്ത് എഴുതണം? മീറ്റർ എന്ന് എഴുതണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ? ഈ കൺവേർഷനും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 rules which have to be obeyed by the pedestrians to avoid road accident. Pedestrians എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കാൽനട യാത്രക്കാർ. ഓക്കെ, കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർ ഒബേ ചെയ്യേണ്ട കുറച്ച് റൂൾസ്, ഏതെങ്കിലും 2 റൂൾ എഴുതാനായിട്ടാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ് അല്ലെ? കാൽനട യാത്രക്കാർ തോന്നുന്ന പോലെ നടന്നു പോകാൻ പറ്റുമോ? ഇല്ല. ഓരെന്ത് ചെയ്യണം? റോഡൊക്കെ ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെയാ? സീബ്ര ലൈനിലൂടെയാണ് അല്ലെ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് തന്നെ എഴുതാ എന്ത്? ക്രോസ് റോഡ് അല്ലെ? ക്രോസ് റോഡ് ത്രൂ സീബ്ര ലൈൻ അല്ലെ? സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യണം. അതേപോലെ തന്നെ കാൽനട യാത്രക്കാർ റോഡിന്റെ ഏത് സൈഡ് ചേർന്ന് വേണം നടക്കാനായിട്ട്? റൈറ്റ് സൈഡ് ചേർന്ന് വേണം നടക്കാനായിട്ട് അല്ലെ? വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെയും കാൽനട യാത്രക്കാരെന്താ? റൈറ്റ് സൈഡിൽ ചേർന്ന് വേണം നടക്കാനായിട്ട് അല്ലെ? അപ്പൊ അടുത്ത പോയിന്റ് എന്ത് ചെയ്താ? വാക്കിംഗ് അല്ലെ? വാക്കിംഗ് ഓൺ റൈറ്റ് സൈഡ് അല്ലെ? വാക്കിംഗ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ്. റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ് അല്ലെ? ഈ 2 പോയിന്റ് എഴുതിക്കാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി വേറെ വേണമെങ്കിൽ എന്ത് ചെയ്താ? ഒബേ ട്രാഫിക് സിഗ്നൽ അല്ലെ? അങ്ങനത്തെ ഓരോന്നൊക്കെ പഠിക്കാം. അങ്ങനത്തെ ഓരോന്നൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതായോണ്ടാണ് ഈ 2 പോയിന്റ്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി നമ്മൾ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ A. The density of an irregularly shaped stone is given. Describe a procedure to find the mass of the stone using a measuring jar, water and thread. എന്താ പറഞ്ഞിട്ടുള്ളത്? എന്തോ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു കല്ലിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ആൻ ഇറഗുലാർലി ഷേപ്ഡ് സ്റ്റോൺ ഈസ് ഗിവൺ. ആ സ്റ്റോണിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? ഡിസ്ക്രൈബ് എ പ്രൊസീജിയർ ടു ഫൈൻഡ് ദി മാസ് ഓഫ് ദി സ്റ്റോൺ യൂസിങ് എ മെഷറിംഗ് ജാർ അല്ലെ? അങ്ങനെയെങ്കിൽ എന്താണ്? ഒരു മെഷറിംഗ് ജാറ്, വാട്ടർ, ത്രെഡ് ഉപയോഗിച്ചിട്ട് ആ കല്ലിന്റെ മാസ് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? മാസ് കണ്ടുപിടിക്കണം, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം അല്ലെ? നമുക്ക് എന്താ അറിയാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു അല്ലെ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലെ? ഈ കല്ലിന്റെ എന്ത് കാണാനാ പറഞ്ഞത്? മാസ് കാണാനാ പറഞ്ഞത്. അപ്പൊ മാസ് കാണണമെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലെ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് നമുക്കറിയാം അല്ലെ? അപ്പൊ ഡെൻസിറ്റി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വോളിയം കാണാൻ എന്താ വഴി? വോളിയം കാണാൻ സിമ്പിളാ അല്ലെ? എന്തെന്നേനു? ഒരു ജാർ എടുക്കാം അല്ലെ? ജാറിൽ നിറച്ചു എന്ത് നിറക്കാം? നിറച്ചല്ല, ഒരു പോയിന്റ് വരാം. ഒരു പോയിന്റില് വെള്ളം നിറക്കാം. ആ പോയിന്റിനെ മാർക്കും ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും വെള്ളം നിറച്ചു എന്ന് വിചാരിക്കാം. ഇനി എന്താ ചെയ്യുന്നത്? ഒരു കല്ലെടുക്കാം അല്ലെ? ഒരു കല്ലെടുക്കുക. ആ കല്ലിൽ എന്ത് ചെയ്ത? ഒരു ത്രെഡ് തൂക്കിയിടുക അല്ലെ? എന്നിട്ട് ആ കല്ലും ത്രെഡും കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മാർക്കിൽ നിന്ന് കുറച്ചും കൂടി ഉയർന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ? കുറച്ചും കൂടി ഉയർന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഉയർന്നത് അല്ലെ?
ഈ ഉയർന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ കല്ലിന് നിൽക്കാൻ ഒരു സ്ഥലം വേണം അല്ലെ? അതാണ് എന്തെന്ന് ആ കല്ലിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ഇവിടെ എത്രയാണ് ഉയർന്നിട്ടുള്ളത് അതാണ് ആ കല്ലിന്റെ എന്ത് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് നമ്മളുടെ ടെക്സ്റ്റ് തന്നെ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഇതെങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം, നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? ഇതൊന്ന് ഞാൻ മായ്ക്കുന്നുണ്ട്, ബാക്കി നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? അപ്പൊ ആദ്യം തന്നെ എന്താണ്, ഒരു ബീക്കർ എടുക്കുക, ബീക്കറിൽ വെള്ളം എടുക്കുക, വെള്ളത്തിന്റെ ലെവൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് എന്താണ് ഒരു കല്ലും ത്രെഡും എന്ത് ചെയ്യുക, ആ ബീക്കറിലേക്ക് മുക്കുക അല്ലെ? അപ്പൊ വെള്ളത്തിന്റെ ലെവൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും അല്ലെ? ആ വെള്ളത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ കല്ലിന്റെ വോളിയത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എഴുതാം അല്ലെ? എന്ത് എഴുതാം? ടൈ ദി സ്റ്റോൺ അല്ലെ? കല്ല് അല്ലെ? കല്ല് കെട്ടുക അല്ലെ? ടൈ ദി സ്റ്റോൺ വിത്ത് ദി ത്രെഡ് അല്ലെ? വിത്ത് ദി ത്രെഡ്, ത്രെഡ് കൊണ്ട് എന്ത് ചെയ്യുക, കല്ല് കെട്ടുക. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ഇമ്മേഴ്സ് അല്ലെ? ആൻഡ് ഇമ്മേഴ്സ് ഇറ്റ് ഇൻ വാട്ടർ, ഇമ്മേഴ്സ് ഇറ്റ് ഇൻ വാട്ടർ. കല്ലില് ത്രെഡ് കൊണ്ട് കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് മുക്ക അല്ലെ? ഏത് വെള്ളത്തിലേക്ക്? വാട്ടർ ഫിൽഡ് ഇൻ ജാർ അല്ലെ? ജാറിൽ ഫില്ല് ചെയ്ത് വെച്ച വെള്ളത്തിൽ വേണം മുക്കാൻ അല്ലെ? വാട്ടർ ഫിൽഡ് ജാർ അല്ലെ? ജാറിൽ മുക്ക. ഇനി അടുത്ത് എന്താണ്? ആ മുക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഗ്ലാസ് അല്ലെ? ഇങ്ങനെ മുക്കി കഴിഞ്ഞാൽ തന്നെ ഇവിടം വരെ ആ വെള്ളം ഉള്ളെങ്കിൽ ആ ലെവൽ എന്ത് ചെയ്യുന്നത് കാണാം? റൈസ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും അല്ലെ? ഈ റൈസ് ചെയ്യുന്നത് എന്തിന് ഉദാഹരണമാണ്? നമ്മളുടെ വോളിയം അല്ലെ? അപ്പൊ എന്ത് ചെയ്താം? ഇൻക്രീസ് ഇൻ അല്ലെ? ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ, ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ്സ് വോളിയം ഓഫ് ദി സ്റ്റോൺ അല്ലെ? ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ് വോളിയം ഓഫ് ദി സ്റ്റോൺ അല്ലെ? വോളിയം ഓഫ് ദി സ്റ്റോൺ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി അല്ലെ? വോളിയം കിട്ടി, ഡെൻസിറ്റി കിട്ടി. അങ്ങനെയാണ് നമുക്ക് മാസ് കാണാലോ അല്ലെ? അപ്പൊ മാസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താ? മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി അല്ലെ? ഡെൻസിറ്റി ഇൻറ്റു എന്ത് കിട്ടും? ഇൻറ്റു വോളിയം എന്ന് കിട്ടും. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഈ ഒരു കല്ലിന്റെ മാസ് കാണാനായിട്ട് പറ്റും അല്ലെ? ആഫ്റ്റർ ഫൈൻഡിങ് അല്ലെ? ഈ ഒരു വോളിയം കിട്ടി അല്ലെ? ഇവിടെ വോളിയം കിട്ടി. വോളിയം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഈക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ മാസ് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇതേപോലെ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. യു ആർ ഗിവൺ എ സ്കെയിൽ ആൻഡ് 100 പേപ്പേഴ്സ് ഓഫ് ദ സെയിം സൈസ്. ഒരു സ്കെയിൽ തന്നിട്ടുണ്ട്, 100 പേപ്പറും തന്നിട്ടുണ്ട്. Describe a procedure to find the volume of one paper using these. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളെടുത്ത് ഒരു സ്കെയിൽ തന്നിട്ടുണ്ട്, 100 പേപ്പറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? ഒറ്റൊരു മിനിറ്റ്, മറന്നുപോയി. എന്തേലും കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ വോളിയം ഓഫ് വൺ പേപ്പർ. ഒരു പേപ്പറിന്റെ വോളിയം കാണാനാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് ആദ്യം തന്നെ പേപ്പർ എടുക്കാം അല്ലെ? ആദ്യം തന്നെ എന്താണ്? പേപ്പർ എടുക്കാം അല്ലെ? നമുക്കറിയാം വോളിയം അല്ലെ? വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വോളിയം കാണെങ്കിൽ ലെങ്ത് അറിയണം, ബ്രെഡ്ത്ത് അറിയണം, ഹൈറ്റ് അറിയണം. എന്തൊക്കെ അറിയണം? ലെങ്ത് അറിയണം, ബ്രെഡ്ത്ത് അറിയണം, ഹൈറ്റ് അറിയണം. ലെങ്ത് ഒരു സ്കെയിൽ വെച്ച് പേപ്പറിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ ലെങ്ത് കിട്ടി. അടുത്തത് സ്കെയിൽ വെച്ച് ആ പേപ്പറിന്റെ ബ്രെഡ്ത്തും അളക്കാം അല്ലെ? അപ്പൊ ബ്രെഡ്ത്തും നമുക്ക് കിട്ടി. ഇനി ആരെയാ കിട്ടേണ്ടത്? ഹൈറ്റിനെയാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? എത്രയാണ് ഇതിന്റെ ഹൈറ്റ് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഹൈറ്റ് എങ്ങനെയാ കാണുക? ഹൈറ്റ് നമുക്ക് അറിയാം അല്ലെ? ഹൈറ്റ് ഓഫ് എ സിംഗിൾ പേപ്പർ അല്ലെ? ഹൈറ്റ് ഓഫ് എ സിംഗിൾ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റ് ഓഫ് എ സിംഗിൾ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ടോട്ടൽ അല്ലെ? ടോട്ടൽ പേപ്പറിന്റെ ഹൈറ്റ് അല്ലെ? ടോട്ടൽ ഹൈറ്റ് ഓഫ് പേപ്പർ അല്ലെ? ടോട്ടൽ ഹൈറ്റ് ഓഫ് പേപ്പർ, ടോട്ടൽ ഹൈറ്റ് ഓഫ് പേപ്പർ ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേപ്പർ അല്ലെ? നമ്പർ ഓഫ് പേപ്പർ. പണ്ട് ഈ ഒരു ഇതേപോലത്തെ വേറൊന്നുണ്ടായിരുന്നു, തിക്നെസ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ? 1 സെന്റിമീറ്റർ ആണ് ആ ഒരു ടോട്ടൽ ബുക്കിന്റെ കനമെങ്കിൽ ഒരു ബുക്കിന്റെ കനം എത്രയെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് ടോട്ടൽ എത്രയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ എത്ര പേപ്പറാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ബുക്കിന്റെ ഒരു പേജിന്റെ കനം കിട്ടിയിട്ടുള്ളത് അല്ലെ? അതേപോലെ തന്നെയല്ല ഇവിടെ എവിടെയുള്ളത്? ഒരു സിംഗിൾ പേപ്പറിന്റെ ഹൈറ്റ് കനം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ ഹൈറ്റ് അല്ലെ? 100 പേപ്പർ ഉണ്ട് അല്ലെ? 100 പേപ്പറിന്റെ ഹൈറ്റ് എത്രയാന്ന് നോക്കാം അല്ലെ? ആ 100 പേപ്പറിന്റെ ഹൈറ്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ ഇതാണ് ഈ ഒരു കാര്യം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എഴുതാം അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം? യെസ്, മെഷർ ചെയ്യണം അല്ലെ? എന്താ മെഷർ ചെയ്യേണ്ടത്? മെഷർ ലെങ്ത് അല്ലെ? മെഷർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലെ? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി പേപ്പർ അല്ലെ? ഓഫ് ദി സിംഗിൾ പേപ്പർ. ഒരു പേപ്പറിന്റെ എന്ത് ചെയ്യണം? ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്യണം അല്ലെ? ഓഫ് ദി
സിംഗിൾ പേപ്പർ. ഓക്കെ, അത് മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം? മെഷർ ദി ടോട്ടൽ ഹൈറ്റ് ഓഫ് പേപ്പർ അല്ലെ, മെഷർ ദി ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പേപ്പർ, മെഷർ ദി ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പേപ്പർ, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പേപ്പർ. എന്തിനാ ടോട്ടൽ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്? എന്നാൽ മാത്രം നമുക്ക് എന്താണ് ഒരു സിംഗിൾ പേപ്പറിന്റെ മെഷർ ചെയ്യാൻ പറ്റൂ അല്ലെ. ഇപ്പൊ ടോട്ടൽ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പേപ്പറിന്റെ ഹൈറ്റ് അറിയാം അല്ലെ. അപ്പൊ സിംഗിൾ പേപ്പർ ഹൈറ്റ് അല്ലെ, സിംഗിൾ പേപ്പർ ഹൈറ്റ്, സിംഗിൾ പേപ്പറിന്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഹൈറ്റ് അല്ലെ, ടോട്ടൽ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പേപ്പർ ആണ്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പേപ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് കിട്ടും അല്ലെ, നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് കിട്ടും. അങ്ങനെ അല്ലെ. അപ്പൊ സിംഗിൾ പേപ്പറിന്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സിംഗിൾ പേപ്പറിന്റെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ലെങ്ത് നമ്മൾ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തു, ബ്രെഡ്ത്ത് നമ്മൾ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്തു, എച്ച് ഇതാ നമുക്ക് ഇവിടുന്ന് കിട്ടി അല്ലെ. അപ്പൊ കുറേ പേപ്പർ ഇങ്ങനെ അട്ടിക്കട്ടി 100 പേപ്പർ ഉണ്ടാവും. ആ 100ന്റെ കനം അളക്കുക, അതിവിടെ ഇതാ. പിന്നെ എന്താ? നമ്പർ ഓഫ് പേപ്പർ എത്ര ഉള്ളത്? 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഹൈറ്റ് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? വോളിയം കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഫിസിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.